മാറ്റിയതിനെ തുടർന്ന് രാജ്ഭവന് മുന്നിൽ ലോക് ഭവൻ എന്ന ബോർഡ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സ്ഥാപിച്ചു. കൊളോണിയൽ മുഖച്ഛായയിൽ നിന്ന് മുക്തമായെന്നും പൊതു ഇടമെന്ന അർത്ഥത്തിലാണ് ലോക് ഭവൻ എന്ന് പേരിട്ടതെന്നും ഗവർണർ പറഞ്ഞു. To dispel ourselves from the colonial hangover. So because of colonial hangover we used to use Raj Bhavan and all those Rajpath, all those words. Now the government of India has already decided and we all are following that the Raj Bhavans will be known as Lok Bhavan because it is a people's Bhavan, it is public Bhavan. So that is why we have renamed it as Lok Bhavan. After all, this is a public property. We cannot remain away from public and people. സനിസ ശോഭാചന്ദ്രൻ ചേരുന്നു. സനിസ, കഴിഞ്ഞോ പേരുമാറ്റൽ പരിപാടി? അതേ തന്നെ രാജ്ഭവനിൽ ഗവർണറുടെ ഔദ്യോഗിക വസതിയിൽ രാജ്ഭവൻ എന്ന ലോഹ ബോർഡ് മാറ്റി ഇപ്പോൾ ലോക് ഭവൻ എന്ന ലോഹ ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. 2024 ഗവർണർമാരുടെ രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ സമ്മേളനത്തിൽ രാജേന്ദ്ര ആർലേക്കർ കേരളത്തിന്റെ ഗവർണർ തന്നെയാണ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്, ഈ പേരിടൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. തുടർന്ന് നവംബർ 25 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ഇറക്കുകയായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഇതിലൊരു പ്രധാന വാദം എന്ന് വെച്ചാൽ കൂടുതൽ ജനാധിപത്യപരമായ രീതിയിലേക്ക് ഈ ഗവർണറുടെ ഔദ്യോഗിക വസതിയെ മാറ്റുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് പറയുന്നത്. കൂടാതെ തന്നെ ഇന്ന് ഗവർണർ നൽകിയ പ്രതികരണത്തിലും അത്തരത്തിൽ തന്നെയാണ് വ്യക്തമാക്കുന്നത്. കൊളോണിയൽ മുഖച്ഛായയിൽ നിന്ന് ഇതോടുകൂടി ഗവർണറുടെ ഔദ്യോഗിക വസതി മാറുന്നു. ഇത് ഗവർണറുടെ ഔദ്യോഗിക വസതി എന്നാൽ പൊതുജനങ്ങളുടെ ഇടമാണ്. ഇത്തരത്തിൽ രാജ്ഭവൻ എന്നാൽ ഭരണാധികാരിയുടെ വസതി എന്നായിരുന്നു അർത്ഥം വരുന്നത്. എന്നാൽ ലോക് ഭവൻ എന്നാൽ ജനങ്ങളുടെ ഇടം, പൊതുജനങ്ങളുടെ ഇടം എന്നാണ് അർത്ഥം വരുന്നത്. അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് ഈ പേര് മാറ്റത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ഗവർണർ അടക്കം പറഞ്ഞു വെക്കുന്നത്. കൂടാതെ തന്നെ പൊതുജനങ്ങളുടെ ഇടമായതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും അനുയോജ്യമായ പേര് ഇത്തരത്തിൽ ലോക് ഭവൻ എന്നാണെന്നും ഗവർണർ പറഞ്ഞു വെക്കുന്നു. ധന്യ. ശരി സനിസ.